ഓരോ നമ്മളുടെ സിലബസിനനുസരിച്ചിട്ട് ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ടോപ്പിക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത്. അപ്പോൾ അതിന്റെ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ചിലപ്പോൾ 1-2 ക്ലാസ്സുകളൊക്കെ ഓരോ ടോപ്പിക്കിൽ കുറച്ചധികം ക്ലാസ്സുകളൊക്കെ നമുക്ക് വേണ്ടി വരും. നമുക്ക് ഇന്ന് നമ്മൾ ക്ലാസ്സിന്റെ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, കുറെ തരത്തിലുള്ള സംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കുറെ ടൈപ്പ് ഉണ്ട്, എണ്ണൽ സംഖ്യകളുണ്ട്, കുറെ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും അഖണ്ഡ സംഖ്യകൾ, പൂർണ്ണ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഏതൊക്കെയാണ് ടൈപ്സ്, അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കുറച്ച് പ്രോബ്ലംസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ നമ്പർ സിസ്റ്റം. അപ്പൊ നമ്പർ സിസ്റ്റത്തിൽ പറയുന്ന കാര്യം നോക്കാം. അതിൽ കുറെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ഏതൊക്കെയാ പറയുന്നത്? ഫസ്റ്റ് കിടക്കുന്ന ആളാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം അല്ലെ. എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താ? അതിന്റെ മലയാളം എന്താണ്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാം. എന്താ പറയാ? അഖണ്ഡ സംഖ്യകൾ. ഓക്കെ, ഇനി ഈ അഖണ്ഡ സംഖ്യകൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ ആള് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഇൻറ്റീജേഴ്സിന്റെ മലയാളത്തിലുള്ള പേരാണ് പൂർണ്ണ സംഖ്യകൾ എന്ന് പറയും. പൂർണ്ണ സംഖ്യകൾ എന്നാണ് മലയാളത്തിൽ പറയാ. ദെൻ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യകളാണ്. അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് ഇരട്ട സംഖ്യകളാണ്. ഓക്കെ, ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടോ. ഇന്ന് അടുത്ത ഓരോ സ്ലൈഡുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എങ്ങനത്തെ നമ്പേഴ്സ് ആണ്, എങ്ങനെയാണ് അത് എണ്ണുന്നത്, അതിലിപ്പോ ഇക്വേഷൻസ്, സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രോബ്ലംസും കുറച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കുറച്ചധികം പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ക്ലാസ് റെക്കോർഡാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ദെൻ റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഭിന്നക സംഖ്യകൾ എന്ന് പറയും മലയാളത്തില്. ഭിന്നക സംഖ്യകൾ. ഓക്കെ, ഭിന്നക സംഖ്യകൾ എന്ന് പറയും. ദെൻ അടുത്തത് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭിന്നക സംഖ്യകളാണെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. ഓക്കെ, അഭിന്നക സംഖ്യകൾ. ദെൻ പ്രൈം നമ്പേഴ്സ് ഉണ്ട്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അതുപോലെ തന്നെ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാജ്യ സംഖ്യകൾ എന്ന് പറയാ, ഭാജ്യ സംഖ്യകൾ. ദെൻ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് രേഖീയ സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെയും മലയാളമാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിലും ഈ രണ്ട് പേരുകളും നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യകളാണ്. ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകൾ. ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സംഖ്യകൾ. ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ. ഈ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ. ദെൻ റാഷണൽ നമ്പേഴ്സ് ഭിന്നക സംഖ്യകൾ. ഇറാഷണൽ നമ്പേഴ്സ് അഭിന്നക സംഖ്യകൾ. ദെൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യകളും. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭാജ്യ സംഖ്യകൾ. ദെൻ ലാസ്റ്റ് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖീയ സംഖ്യകൾ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ സംഖ്യകളുടെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പുകളാണ്, തരംതിരിച്ച രൂപങ്ങളാണ് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ എന്തും പറയും, ഇതിനെ നിസർഗ സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, എണ്ണൽ സംഖ്യകൾ എന്ന് പറയും, നിസർഗ സംഖ്യകൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഒരു പേരും കൂടിയും പറയും, എന്താണ്? കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. എന്താ പറയാ? കൗണ്ടിങ് നമ്പേഴ്സ് കേട്ടോ. കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ എണ്ണുന്ന നമ്പേഴ്സ്, നമ്മൾ ഏത് മുതലാണ് എണ്ണുക, അപ്പൊ ഏതൊക്കെയാണ് ഈ നമ്പേഴ്സ് വരിക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് നമ്മൾ എണ്ണി തുടങ്ങുന്നത്? എത്രാമത്തെ നമ്പർ മുതലാണ് നമ്മൾ ഏത് മുതൽ എണ്ണുക? 1, 2, 3, 4 ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എണ്ണി പോവുക അല്ലെ. അപ്പൊ ഇങ്ങനെ എണ്ണുമ്പോൾ ഈ എണ്ണുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. അതിന്റെ പേര് പഠിച്ചു വെക്കണം, നിസർഗ സംഖ്യകൾ. എക്സാമിന് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു പേരാണ് എന്ത്?
നിസ്സർഗ സംഖ്യകൾ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നിസ്സർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എണ്ണൽ സംഖ്യകളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു കാര്യം കൂടിയാണ് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്തുണ്ട്? ഒരു ഇക്വേഷൻ ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മിനെ നമ്മൾ അടയാളപ്പെടുത്തുക SN എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, സം ടു n ടേംസ് എന്ന് പറയാ. സം ടു n ടേംസ്. ഓക്കെ, സം ടു n ടേംസ്, അതിനെ നമ്മൾ SN എന്ന് അടയാളപ്പെടുത്തും. SN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. SN is equal to n into n plus 1 divided by 2. ഇതാണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. യെസ്, കറക്റ്റ് ആൻസർ. അതായത് പറഞ്ഞത് ദീനിയാണ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത് n into n plus 1 by 2. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എന്താണ് എക്സാമ്പിൾ? S10 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ 10 സംഖ്യകളുടെ തുകയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്താണ് S10 എന്ന് പറയുന്നത്? എത്ര വരിക? ഒന്ന് ചെയ്ത് നോക്കിയേ. S10 is equal to, പറയും, എന്നിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി? 10 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. യെസ്, 10 കിട്ടുന്നല്ലോ. യെസ്, നമ്മൾ എന്താണ് എന്നിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. അപ്പൊ S10 എന്ന് പറയുമ്പോൾ 10 into 1 by 2 അല്ലെ? 10 into 10 plus 1 by 2 എഴുതാം. സോ നമുക്ക് എന്ത് വരും? 10 into 10 plus 1 എന്ന് പറയുന്നത് 11 ആണ്. 11 by 2. ഓക്കെ, ഇതിന് മേലെ താഴെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് 2ഉം 10ഉം അല്ലെ? 2ൽ 2 ഒരു പ്രാവശ്യം പോവാ, 10ൽ 2 5 പ്രാവശ്യം പോകും. അപ്പൊ എന്ത് വരും? 5 into 11 55. ഓക്കെ, സോ താങ്ക്സ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 55 ആണ് S10ന്റെ വാല്യൂ വരിക. ഓക്കെ ആണല്ലോ. ഇനി 10 എണ്ണത്തിന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 55 ആയിരിക്കും. അതുപോലെ തന്നെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്ര വരിക? 50 ആണ് വരിക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. ഇതൊന്നും നമുക്ക് എക്സാമിന് വെറുതെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറെ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഇത് സിമ്പിൾ അല്ലേ? ആദ്യത്തത് 55, രണ്ടാമത്തെ എന്താ വരിക? 50. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ആളാണ്. ആരാണ്? ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പറിന്റെ മലയാളമാണ് എന്ത്? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. എന്താ പേര് പറയാ? അഖണ്ഡ സംഖ്യകൾ. അപ്പൊ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഖണ്ഡ സംഖ്യകൾ എന്നാണ് പേര്. എന്താണ് ഈ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാല്? നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് പോണ നമ്പേഴ്സ് ആയിരുന്നു നമ്മളുടെ എന്ത്? എണ്ണൽ സംഖ്യകൾ പഠിച്ചിരുന്നത്. ആ എണ്ണൽ സംഖ്യകളുടെ കൂട്ടത്തിലേക്ക് ആരും കൂടി 0 കൂടി. ഓക്കെ, അപ്പൊ 0 മുതൽ തുടങ്ങുന്ന 0 മുതൽ തുടങ്ങുന്ന സംഖ്യകളെയാണ് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അഖണ്ഡ സംഖ്യകൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ കൂടെ എന്ത് കൂടി കൂട്ടിയാൽ മതി? 0 എന്ന് പറയുന്ന സംഖ്യ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ അഖണ്ഡ സംഖ്യകളായി, അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആയി. ഓക്കെ, ക്ലിയർ. ഇനി ഈ അഖണ്ഡ സംഖ്യകൾക്കും എന്ത് കണ്ടുപിടിക്കാനുണ്ട്? സമ്മ് കണ്ടുപിടിക്കാം, തുക കണ്ടുപിടിക്കാം ഇല്ലേ? അപ്പോ എണ്ണൽ സംഖ്യകൾക്ക് നമ്മൾ തുക കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ നമുക്ക് എന്തിനും കണ്ടുപിടിക്കാം? നമ്മുടെ അഖണ്ഡ സംഖ്യകൾക്കും തുക കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമുണ്ട്. എന്താണ് സമവാക്യം എന്ന് ആർക്കെങ്കിലും അറിയോ? എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം പോലെ അഖണ്ഡ സംഖ്യകൾക്ക് തുക കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട്. ആർക്കെങ്കിലും അറിയോ? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം. തുക സമ്മ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം വരുന്നില്ലല്ലോ. അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് n into
n-1/2. നേരത്തെ എന്തായിരുന്നു? n+1 ആയിരുന്നു അല്ലേ? ഇപ്പൊ എന്താ വന്നുള്ളത്? n-1 ആയി. വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. n-1/2 എന്നുള്ള പറയുന്നതാണ് എന്ത്? അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സിന്റെ സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം. യെസ്, n-n-1/2. യെസ്, കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദാഹരണം ചെയ്ത് നോക്കാം. നമ്മുടെ ഉദാഹരണം ചെയ്ത് നോക്കല്ലേ? S10 ഇവിടെ ഒന്ന് കണ്ടുപിടിച്ചേ. S10 എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് ആണ് വേണ്ടത്. ഹോൾ നമ്പേഴ്സിന്റെ 10 ഹോൾ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വാല്യൂ എന്താണ് വരിക എന്ന് പറയുന്ന ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. S10 10 അഖണ്ഡ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള തുക ഒന്ന് കണ്ടുപിടിക്കുക. S45 ആൻസർ വരുന്നുണ്ട്. യെസ്. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? n-n-, എല്ലാവർക്കും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, n-n-1/2 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. സോ n-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. സോ 10-10-1/2 അല്ലേ? സോ 10-10-1 എന്ന് പറഞ്ഞാൽ 10-9/2 വരിക. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ വരും. 5 × 9 45 എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലെ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഹോൾ നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിച്ചു? നമ്മൾ സമ്മ് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യകളുടെ തുക നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ കാണാപ്പാഠം പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അഖണ്ഡ സംഖ്യകൾ എന്നുള്ള പേര് പഠിച്ചു വെക്കണം, അതുപോലെ തന്നെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടി കൂട്ടിയിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. ഇന്റീജേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകളാണ് അടുത്തത്. അപ്പൊ എന്തൊക്കെയാണ് ഈ പൂർണ്ണസംഖ്യകളിൽ വരുന്നത്? പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? അതിൽ 3 ആൾക്കാർ ഉണ്ടാവും. ആരൊക്കെ 3 ആൾക്കാർ ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും. അതായത് നമ്മൾ എണ്ണുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, 1 2 3 4 എന്നൊക്കെ പറഞ്ഞ 1 2 3 4 എന്നൊക്കെ പറഞ്ഞു പോണ പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ ആരുണ്ടാവും? നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും. ആരൊക്കെയാണ്? -1 -2 -3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആരും ഉണ്ടാവും? 0 ഉണ്ടാവും. 0 പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല, അല്ലല്ലോ. 0 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറും അല്ല, നെഗറ്റീവ് നമ്പറും അല്ല. അപ്പോ ആരൊക്കെ ഉണ്ട്? ഈ പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്ന ആളിൽ ആരൊക്കെ ഉണ്ടാവും? പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, 0 ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? ഇവിടുന്ന് ഇങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ടാവും. ഇവിടെ -3 -2 -1 0 1 2 3 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് ഏത് വരിക? നമ്മുടെ പൂർണ്ണസംഖ്യകളിൽ വരിക. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും 0 കൂടി ഉൾപ്പെട്ടിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൂർണ്ണസംഖ്യകൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇതിന്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഇന്റീജേഴ്സ് എന്താണെന്നുള്ളതും അതിന്റെ മലയാളത്തിലുള്ള പേരും അത് ഏതൊക്കെയാണ് ആ നമ്പേഴ്സ് എന്നുള്ളതും സംഖ്യകൾ ഏതൊക്കെയാണെന്നുള്ളതും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത ആരാണ്? ഒറ്റ സംഖ്യകളുണ്ട്, ഇരട്ട സംഖ്യകളുണ്ട് അല്ലെ? അപ്പൊ ആദ്യം ഒറ്റ സംഖ്യകൾ എന്താണെന്ന് അറിയാലോ? ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ? ഏതൊക്കെയാണത് വരിക? 1 3 5 7 എക്സെട്ര ഇങ്ങനെ പറഞ്ഞു പോകുന്ന നമ്പേഴ്സ് ആണ് ഇത് ഓഡ് നമ്പേഴ്സ് അല്ലെ? 1 3 5 7 9 11 13 അങ്ങനെ പറഞ്ഞ് അറ്റമില്ലാതെ അങ്ങനെ നീണ്ടു കിടക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യമുണ്ട്. ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം. യെസ്, ആൻസർ വരുന്നുണ്ട്. എന്താണ്? Sn is equal to n square ആണ്. എന്താണ് ഇക്വേഷൻ? Sn is equal to n square. ഓക്കെ, n എന്ന് പറയുന്നത് എത്ര ഒറ്റ സംഖ്യകളാണോ ആ സംഖ്യകളുടെ എണ്ണമാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത്. Sn is equal to n square. അപ്പൊ ആദ്യത്തെ 10 അല്ലെങ്കിൽ 10 നമ്മൾ കുറെ ആയിട്ട് എടുക്കും അല്ലെ? S12 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും ആൻസർ വരിക? ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക എന്തായിരിക്കും വരിക? വെരി സിമ്പിൾ. എന്താണ് വരിക?
ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക. യെസ്, ആൻസർ കിട്ടുന്നുണ്ട്. n സ്ക്വയർ. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും? 12 സ്ക്വയർ വരും അല്ലേ? 12 സ്ക്വയർ എത്രയാണ്? 144. യെസ്, കറക്റ്റ് ആൻസർ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. 12 സ്ക്വയർ ആണ് വരിക. 144 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ ബാക്കി ഇങ്ങനെ വരുമ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഒറ്റ സംഖ്യകളിൽ ആകെ പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് സംഖ്യകൾ? വളരെ സിമ്പിൾ ആണ്. 1, 3, 5, 7 എക്സെട്ര. അതിന്റെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം n സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ആദ്യത്തെ 12 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 12 സ്ക്വയർ 144 ആണ്. ആണല്ലോ. ഈ സ്ക്വയർ ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ ആദ്യത്തെ 18 ഒറ്റ സംഖ്യകളുടെ തുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരിക? 18ന്റെ സ്ക്വയർ. എത്ര 18ന്റെ സ്ക്വയർ? യെസ്, 18ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 324 ആണ് അല്ലെ? ഇതൊക്കെ പഠിച്ചേക്ക്. ഒരു 30 വരെയുള്ള സംഖ്യകളുടെയെങ്കിലും സ്ക്വയറും സ്ക്വയർ റൂട്ടൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാനും കുറെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ് യെസ് യെസ്, നമുക്ക് എന്ത് ചെയ്യും? അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, ദെൻ ഇരട്ട സംഖ്യകളാണ് അടുത്തത്. ഇരട്ട സംഖ്യകൾ നമ്മൾ എന്ത് പറയും? ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഈ ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 2, 4, 6, 8, 10, 12 എന്ന് പറഞ്ഞിട്ട് പോകുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് പഠിക്കാനുള്ളൂ? ആകെ ഒരു ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ് ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? യെസ് യെസ് യെസ്, ആൻസർ വന്നു. എന്താണ് ആൻസർ? n into n plus 1 എന്ന് പറയുന്നതാണ് ആൻസർ. ഓക്കെ, തുക കണ്ടുപിടിക്കുന്ന സമവാക്യമാണ് n into n plus 1. n into n plus 1 ഓർത്ത് വെക്കുക. അതൊക്കെ എഴുതി വെക്കുക, നോട്ടിൽ എഴുതി വെക്കുക. കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ സം ഓഫ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് n into n plus 1. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് പറയാ, ആദ്യത്തെ 14 ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള തുക എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യത്തെ 14 ഇരട്ട സംഖ്യകളുടെ തുക എത്ര വരിക? നോക്കിയിട്ട് പറയുക വേഗം. കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടുന്നുണ്ടോ? ആദ്യത്തെ 14 ഇരട്ട സംഖ്യകളുടെ തുക. ഈ ഇക്വേഷനിൽ എന്റെ വാല്യൂ കൊടുത്താൽ മതി. യെസ് യെസ് യെസ്, ആൻസർ വരുന്നുണ്ടല്ലോ. എത്ര കിട്ടിയ? 210 എന്ന് പറയുന്ന ആൻസർ കിട്ടി അല്ലെ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വരിക n into n plus 1 എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ നമ്മൾ 14 കൊടുക്കും. സോ 14 into 14 plus 1 എന്ന് പറയുന്ന ആൻസർ ആണ് വരിക. യെസ്, 14 into 14 plus 1 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. 14 into 15 അല്ലെ? 14 into 15 ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് 210 അല്ലെ? 210 എന്ന് പറയുന്ന ആൻസർ. 14 into 15 സമം 210. ഇതൊക്കെ ഗുണിക്കാൻ വളരെ സിമ്പിൾ അല്ലേ? 14 into 15 ഒക്കെ ഗുണിച്ചൂടെ? അതൊക്കെ എഴുതി ഗുണിക്കണവരുണ്ടോ? അതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാട്ടോ. 10 into 15 പറഞ്ഞാൽ 150 ആണ് അല്ലെ? 4 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. 150 60 210 എന്ന് പറയുന്ന ആൻസർ നമുക്ക് സുഖസുന്ദരമായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് എന്ത് ചെയ്യുക? ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ വരും സ്ലൈഡുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മറക്കാതെ തന്നെ നോട്ട് ചെയ്ത് വെച്ച് അത് പഠിച്ചിട്ട് ഇപ്പൊ തന്നെ പോവാം. ഓക്കെ, ദെൻ അടുത്തതാണ് നമ്മുടെ ഭിന്നക സംഖ്യകൾ. എന്താണ് ഭിന്നക സംഖ്യകൾ? ഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് ആണ് കേട്ടോ. റാഷണൽ നമ്പേഴ്സ്. ഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കുറെ നമ്പേഴ്സ്, നമ്മളുടെ ഈ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ, അഖണ്ഡ സംഖ്യ, അതുപോലെ തന്നെ പൂർണ്ണസംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, പിന്നെ അതേമാതിരി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭിന്നസംഖ്യകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇവിടെ ഭിന്നക സംഖ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭിന്നസംഖ്യ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞൊരു സംഖ്യ ഉണ്ട്. അതെന്താണ്? 1/2 അല്ലെങ്കിൽ 3/4, 7/11 ഇങ്ങനെ പറയുന്ന നമ്പേഴ്സ് ആണ് ഭിന്നസംഖ്യകൾ. പക്ഷെ
അതുപോലെ തന്നെ ആ സംഭവത്തിന്റെ മറ്റൊരു രൂപമാണ് ഇത് ഭിന്നക സംഖ്യ എന്ന് പറയുന്നത്. പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? നമ്മുടെ ഭിന്നക സംഖ്യ വിളിക്കാം. എന്താ പറഞ്ഞിട്ടുള്ളത്? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്താണ്? ഭിന്നക സംഖ്യകളാണ്. ഓക്കെ, ഈ പി ബൈ ക്യൂല് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ക്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഓക്കെ, അതായത് ഈ ഛേദം ഇതിന് മുകളിൽ നിൽക്കുന്നതിന് എന്താ വിളിക്കുക? അംശം എന്ന് വിളിക്കൂലേ? അംശം എന്ന് വിളിക്കും. അതുപോലെ തന്നെ താഴെ എന്താ വിളിക്കുക? ഛേദം എന്ന് വിളിക്കും. ഓക്കെ, അംശവും ഛേദവുമാണ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അല്ലെ? അംശവും ഛേദവും. യെസ് യെസ്, ഛേദം എന്നാ വിളിക്കുക. ഈ ഛേദം ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഛേദം 0 ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതെന്താ? അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും അല്ലെ? അതിന് വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ആയതുകൊണ്ട് ക്യൂ ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അപ്പൊ ഈ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്താണ്? ഭിന്നക സംഖ്യകളാണ്. നമ്മൾ ഏതൊക്കെ പറഞ്ഞു? നമ്മളുടെ എണ്ണൽ സംഖ്യകൾ പറഞ്ഞില്ലേ? എണ്ണൽ സംഖ്യകൾ പറഞ്ഞു. പിന്നെ ഏതാണ്? അതിന്റെ കൂട്ടത്തിൽ വന്ന അഖണ്ഡ സംഖ്യകൾ പറഞ്ഞു. പിന്നെ അതുപോലെ എന്ത് പറഞ്ഞു? പൂർണ്ണസംഖ്യകൾ പറഞ്ഞു അല്ലെ? പൂർണ്ണസംഖ്യകൾ പറഞ്ഞു അല്ലെ? പൂർണ്ണസംഖ്യകൾ. പിന്നെ ഇത് പറഞ്ഞു. ഇനി നമുക്ക് അറിയാവുന്നതാണ് ഭിന്നസംഖ്യ. ഭിന്നസംഖ്യ എന്ന് പറയുന്നത് എന്താണ്? എ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ഒരാളുണ്ടല്ലോ, ദശാംശ സംഖ്യ അല്ലെ? ദശാംശ സംഖ്യ എന്ന് പറയുന്ന ആൾ. എന്താണ് ദശാംശ സംഖ്യ എന്ന് പറഞ്ഞാൽ? പോയിന്റ് വരുന്ന ആൾക്കാരല്ലേ അല്ലെ? 1.5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ദശാംശ സംഖ്യയാണ്. 0.2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ദശാംശ സംഖ്യയാണ്. ഇതിനൊക്കെ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം? പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, ഈ 1.5 എങ്ങനെയാണ് നമ്മൾ ദശാംശ സംഖ്യയിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഭിന്ന സംഖ്യ അല്ലെങ്കിൽ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതുക എന്നുള്ള ഒരു ഡൗട്ട് ആയിരിക്കും അല്ലെ? നമുക്ക് ഈ 1.5 1.5/1 എഴുതിക്കൂടെ? എഴുതാലോ, അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 1.5 1.5/1 എഴുതിക്കൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മേലെയും താഴെയും ഞാൻ എത്രയും കൊണ്ട് ഗുണിക്കുകയാണ്? 10 കൊണ്ട് വെറുതെ ഗുണിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ മേലെ എന്താവും? 15 ആവും. താഴെ എന്ത് വരും? 10 വരും. അപ്പൊ ഈ സാധനം എന്തായി? 15/10 എന്ന് പറയുന്ന രൂപത്തിലായി. ഇപ്പൊ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിലേക്ക് മാറിയില്ലേ? അപ്പൊ നമുക്ക് ദശാംശ സംഖ്യ എന്തിലേക്ക് മാറ്റാം? നമ്മുടെ പി ബൈ ക്യൂ അല്ലെങ്കിൽ പി ബൈ ക്യൂ അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം? എ ബൈ ബി എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് തന്നെയാണ് എന്ത്? ഈ ദശാംശ സംഖ്യ അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഭിന്നസംഖ്യ പിന്നെ ഓൾറെഡി നമുക്ക് എഴുതാൻ പറ്റും. പൂർണ്ണസംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, പൂർണ്ണസംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയാണ് -8 അല്ലെ? -8 -8/1 എഴുതാം, എഴുതിക്കൂടെ? അപ്പൊ ഇതെന്താണ്? പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിലേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ക്യൂ ഒരിക്കലും 0 വരാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞിട്ട് 1 വരാലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന സംഖ്യകളൊക്കെ നമ്മൾ പഠിക്കുന്ന മിക്കവാറും എല്ലാ സംഖ്യകളും എന്താണ്? ഭിന്നക സംഖ്യകളായിട്ട് പറയാൻ പറ്റുന്ന സംഖ്യകളാണ്. ഓക്കെ ആണല്ലോ? ഈ ഭിന്നക സംഖ്യകൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ആകെ ഒരൊറ്റ ഫോം മാത്രം പഠിച്ചാൽ മതി. പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഭിന്നക സംഖ്യകൾ എന്ന് വിളിക്കുക. അതിലൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ക്യൂ ഒരിക്കലും, അതായത് ഛേദം ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഭിന്നക സംഖ്യകൾ. ഇനി ഭിന്നക സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആരും ഉണ്ടാവും? അഭിന്നക സംഖ്യകൾ ഉണ്ടാവും അല്ലെ? ഭിന്നക സംഖ്യകൾ ഒന്നും ഏതുണ്ടാവും? അഭിന്നക സംഖ്യകൾ ഉണ്ടാവും. ഏതൊക്കെയാ അഭിന്നക സംഖ്യകൾ? ആർക്കെങ്കിലും അറിയോ അഭിന്നക സംഖ്യകൾ? ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അഭിന്നക സംഖ്യകളുടെ ഇംഗ്ലീഷ് ആണ് കേട്ടോ, ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ്. ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾക്ക് ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? വരുന്നില്ലല്ലോ. അഭിന്നക സംഖ്യകൾ എന്തെങ്കിലും ഒരു ഉദാഹരണം ഇല്ല അല്ലെ? ഓക്കെ, ഞാൻ പറയാം. അഭിന്നക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന നമ്മൾ പറഞ്ഞ പോലെ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകളാണ് എന്ത്? നമ്മളുടെ
അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. അതായത് ഭിന്നക സംഖ്യകൾ അല്ലാത്തതൊക്കെ എന്ത് വരും? അഭിന്നകങ്ങളാണ് അല്ലെ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ പഠിച്ച ഇതെന്താ സാധനം? ഇങ്ങനൊരു ചിഹ്നം പഠിച്ചിട്ടുണ്ടാവുമല്ലോ. പൈ അല്ലെ. പൈന്റെ വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ? 3.14. യെസ്, 3.14. 3.14 ഇത് നിൽക്കുന്നില്ല, അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും അല്ലെ. 3.14 നിൽക്കില്ല, ഇതിനൊരു അവസാനം ഒന്നുമില്ല, അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ നമ്മൾ ഇത്രേ പഠിക്കുള്ളൂ, നമുക്ക് കണക്ക് ചെയ്യാൻ എന്ത് മതി? 3.14 മതി. ഒരു വാല്യൂ കൂടി ഉണ്ട് കേട്ടോ അതിന്, 22/7 എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി ഉണ്ട്. ആ വാല്യൂ കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ പൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ്. യെസ്, റൂട്ട്സ് ആൾസോ. യെസ്, റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭിന്നക സംഖ്യയാണ്. റൂട്ട് 2, അതുപോലെ തന്നെ എന്തുണ്ട്? റൂട്ട് 3, ഇതൊക്കെ എന്താണ്? നമ്മുടെ എന്താണ്? ഇറാഷണൽ അല്ലെങ്കിൽ അഭിന്നക സംഖ്യകളാണ്. ഓക്കെ, അപ്പൊ ഭിന്നക സംഖ്യകളല്ലാത്ത p/q എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാൻ പറ്റാത്ത എല്ലാ സംഖ്യകളെയും നമുക്ക് എന്ത് പറയാം? അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് പൈ, √2, √3. ഇപ്പൊ പൈയും √2 അങ്ങനെ ഒരുമിച്ച് വരാം അല്ലെ. അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും വന്നോട്ടെ, ആൻസർ എത്ര ഉള്ളൂ? p/q എന്ന് പറയുന്ന രൂപത്തിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകളാണ് നമ്മൾ എന്ത്? അഭിന്നക സംഖ്യകൾ. ഓക്കെ, ദെൻ അഭാജ്യ സംഖ്യകൾ. ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മള് ഘടകങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. എന്താണ് ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഘടകങ്ങൾ എന്താന്ന് പറയണം. എന്താണ് ഘടകങ്ങൾ? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സംഖ്യയെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഘടകങ്ങൾ എന്ന് വിളിക്കുക. ഓക്കെ, ഒരു സംഖ്യയെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഘടകങ്ങൾ എന്ന് വിളിക്കുക. അതായത് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ. ഇപ്പൊ 1 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണെന്ന് വിചാരിക്കുക. 1നെ ഹരിക്കാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? 1 മാത്രമാണ്. ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? 1 മാത്രമാണ് അല്ലെ. ഇനി 2 എന്ന് പറയുന്ന ഒരു സംഖ്യനെ എടുത്തു എന്ന് വിചാരിക്കുക. ഈ 2 എന്ന് പറയുന്ന സംഖ്യനെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുന്നത് ഏതൊക്കെ സംഖ്യകൾ വെച്ചിട്ടാണ് ഹരിക്കാൻ പറ്റുക? ഏതൊക്കെ സംഖ്യകൾ വെച്ചിട്ടാണ് 2നെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ പറ്റുക? ആ 2/2 പറ്റും, പിന്നെ 1 പറ്റും അല്ലെ. അപ്പൊ 1ഉം 2ഉമാണ് നമുക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ വരിക. 1 കൊണ്ടും ഹരിക്കാൻ പറ്റും, 2 കൊണ്ടും ഹരിക്കാൻ പറ്റും, പറ്റില്ലേ? അതുപോലെ തന്നെ 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റുക 1ഉം 3ഉം മാത്രമായിരിക്കും, ആണല്ലോ. ഇത് 4 എടുത്തു എന്ന് വിചാരിക്കുക. 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 4ന്റെ ഘടകങ്ങൾ 4ന്റെ ഘടകങ്ങൾ 1 വരും, 2 വരും, 4 വരും, വരില്ലേ? ഇനി 5 എടുത്തു. 5ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 5ന്റെ ഘടകങ്ങൾ 1ഉം 5ഉമാണ് വരിക അല്ലെ. 6ന്റെ ഘടകങ്ങൾ പറഞ്ഞേ, വേഗം മെസ്സേജ് അയച്ചു. 6ന്റെ ഘടകങ്ങൾ 6ന്റെ ഘടകങ്ങൾ മെസ്സേജ് അയക്കുക, വേഗം വേഗം. യെസ്, 1 വരും, 2 വരും, 3 വരും, 6 വരും, വരില്ലേ? ഇനി 7 ആണെന്നുണ്ടെങ്കിൽ 1ഉം 7ഉം മാത്രമേ ഉള്ളൂ അല്ലെ. 8 ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാ, 8ന് എത്ര? 4 ഘടകങ്ങളുണ്ട്. 8ന് 4 ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ് 8ന്റെ ഘടകങ്ങൾ? 1, 2, 4, 8 അല്ലെ. 9ന് 3 എണ്ണം ഉണ്ട്. 9ന് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ 3 എണ്ണം? 1ഉം 3ഉം 9ഉം. സിമ്പിൾ അല്ലേ? 10നാണെന്നുണ്ടെങ്കിലോ 1, 10. അതിന്റെ ഇടയിൽ ആർക്ക് വരും? 1ഉം 10ഉം വരും. അതിന്റെ ഇടയിൽ ആർക്ക് വരും? ഒരു 2ഉം വരും, ഒരു 5ഉം വരും, വരില്ലേ? 1, 2, 5, 10 ആണല്ലോ. നമുക്ക് 11ന്റെയും 12ന്റെയും കൂടി എഴുതിച്ചിട്ട് ഈ പരിപാടി നിർത്താം. പറയും 11ഉം 12. 11ന്റെ 1ഉം 11ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 12ന്റെ ഒന്ന് പറഞ്ഞേ. 12ന്റെ 12ന്റെ ഘടകങ്ങൾ 12ന്റെ ഘടകങ്ങളാണ് വരുന്നുണ്ടല്ലോ. 1, 2,
3, 4, 6, 12 അല്ലെ? 6 ഘടകങ്ങൾ വരുന്നുണ്ട് 12-ന്. യെസ്. ഇനി നോക്കാം, ഇനി എന്താണ് അഭാജ്യ സംഖ്യ, എന്താണ് ഭാജ്യ സംഖ്യ എന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒന്നിനൊരിക്കലും നമ്മൾ കൂട്ടാൻ പാടില്ല കേട്ടോ. ഈ ഒന്നിൽ ആകെ ഘടകങ്ങൾ എത്ര വരുന്നുള്ളൂ? ഒറ്റ ഘടകങ്ങളുള്ളൂ. അപ്പൊ ഇത് അഭാജ്യവും അല്ല, ഒന്നിനും കൂട്ടാൻ പറ്റില്ല. അഭാജ്യവും അല്ല, ഭാജ്യ സംഖ്യ അല്ല. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എന്താണ്? അഭാജ്യ സംഖ്യയും അല്ല, ഭാജ്യ സംഖ്യയും അല്ല. കാരണം അതിനാകെ ഒരൊറ്റ ഘടകം മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കുക, ഈ 2, 3, 5, 7, 11 എന്ന് പറയുന്ന സംഖ്യകൾക്കൊക്കെ ഇതിലാകെ എത്ര ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ? 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ? ഇപ്പൊ 2-നാണെന്നുണ്ടെങ്കിൽ 1ഉം 2ഉം, അതായത് 1ഉം ആ സംഖ്യയും മാത്രം അല്ലെ? 3 എന്ന് പറയുന്ന സംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1ഉം 3ഉം, 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1ഉം 5ഉം, 7 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1ഉം 7ഉം, 11 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1ഉം 11ഉം അല്ലെ? അപ്പൊ ഇവിടെ 2, അതുപോലെ തന്നെ 3, 5, 7, 11, 13 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന സംഖ്യകളുണ്ട്. ഉണ്ടല്ലോ. 0യും അല്ലല്ല, 0യും അഭാജ്യവും അല്ല. ഇവിടെ നമ്മൾ 1 തുടങ്ങിയത് മാത്രം, 0 പിന്നെ ഘടകങ്ങളെ ഇല്ലല്ലോ. ഓക്കെ, നോക്കാം. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 2 തുടങ്ങി 2, 3, 5, 7, 11, 13 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഭാജ്യ സംഖ്യകൾ എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് അവർ അഭാജ്യ സംഖ്യ എന്ന് വിളിക്കാൻ കാരണം? അവർക്ക് ആകെ 2 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയായിരിക്കും ആ ഘടകങ്ങൾ? 1ഉം അതുപോലെ തന്നെ ആ സംഖ്യയും. ഏതാണോ സംഖ്യ അതും 1ഉം മാത്രമായിരിക്കും അതിന്റെ എന്ത് വരിക? ഘടകങ്ങൾ വരിക. ഓക്കെ, അപ്പോ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറെ എണ്ണം ഉണ്ടാവും കേട്ടോ. കുറെ കഴിയുമ്പോഴേക്ക് ഭാജ്യ സംഖ്യകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? 2 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ, എന്താണ് 2 എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത? ആകെ ഇരട്ട സംഖ്യയായിട്ടുള്ള അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ആര് മാത്രമാണ്? 2 എന്ന് പറയുന്ന സംഖ്യ മാത്രമാണ്. ഓക്കെ, 2 മാത്രമാണ് അഭാജ്യ സംഖ്യയായിട്ടുള്ള ഇരട്ട സംഖ്യ. ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം എന്താണ്? ഒറ്റ സംഖ്യകൾ മാത്രമേ ഉള്ളൂ. 2 മാത്രമാണ് ഇരട്ട സംഖ്യയായിട്ടുള്ള അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ആൾക്കാരെ നോക്കിയേ. ആരൊക്കെയാ ബാക്കിയുള്ളത്? ബാക്കിയുള്ളത് ആരൊക്കെയാണ്? 4 തുടങ്ങി കഴിഞ്ഞാൽ 4 ഉണ്ട്, 6, പിന്നെന്തുണ്ട്? 8, 9, 10, 12 ഇങ്ങനെ പോകുന്ന സംഖ്യകളൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കും. എന്താണ് പേരിട്ട് വിളിക്കുക? ഭാജ്യ സംഖ്യ എന്ന് പേരിട്ട് വിളിക്കും. ഓക്കെ, അതായത് അഭാജ്യ സംഖ്യ അല്ലാത്തതൊക്കെ എന്താണ്? ഭാജ്യ സംഖ്യകളാണ് അല്ലെ? അഭാജ്യ സംഖ്യ അല്ലാത്തതൊക്കെ എന്താണ്? ഭാജ്യ സംഖ്യയാണ്. നമ്മളിവിടെ അഭാജ്യ സംഖ്യയായിട്ട് എഴുതിയത് 2, 3, 5, 7, 11 അങ്ങനെ പോകുന്ന സംഖ്യകളാണ് നമ്മൾ എന്ത് പറഞ്ഞത്? അഭാജ്യ സംഖ്യകളായിട്ട് പറഞ്ഞത്. എന്താണ് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു? 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് 2 ഘടകങ്ങൾ? 1ഉം ആ സംഖ്യ മാത്രം അല്ലെ? 1ഉം ആ സംഖ്യ മാത്രമാണ് നമ്മുടെ ഘടകങ്ങളായിട്ട് വരിക. ഇനി എന്താണ് ഭാജ്യ സംഖ്യയിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത? 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടാകും. 2 പറ്റില്ല, 1 പറ്റില്ല. 2ൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3നെ തുടങ്ങാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ 3ഓ അതിലധികമോ ഘടകങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭാജ്യ സംഖ്യകൾ. ഓക്കെ, അപ്പൊ എത്ര വരും? 3ഓ അതിലധികമോ ഘടകങ്ങൾ വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്താവുള്ളൂ? അത് ഭാജ്യ സംഖ്യകളാവുള്ളൂ. ഓക്കെ, ഭാജ്യ സംഖ്യകളുടെ ഇംഗ്ലീഷ് ആണ് എന്ത്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് വരിക? കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതുപോലെ തന്നെ അഭാജ്യ സംഖ്യകളുടെ ഇംഗ്ലീഷ് ആണ് പ്രൈം നമ്പേഴ്സ്. ഓക്കെ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യ. യെസ്, ഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ അഭാജ്യ സംഖ്യയും ഭാജ്യ സംഖ്യയും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കോമ്പോസിറ്റ് നമ്പേഴ്സ് ആൻഡ് പ്രൈം നമ്പേഴ്സ്. യെസ്, ദെൻ നമുക്ക് അടുത്തതാണ് രേഖീയ സംഖ്യ അല്ലെ? രേഖീയ സംഖ്യ നമുക്ക് ഇതിൽ ലാസ്റ്റ് നമ്മൾ എഴുതിയിട്ടുള്ള സാധനം എന്താണ്? രേഖീയ സംഖ്യ. എന്താണ് ഈ രേഖീയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രേഖീയ സംഖ്യയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇതാണ്, റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിന്റെ പേരിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഉള്ള
പേരിൽ തന്നെ നടക്കുന്നുണ്ട് റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്താണ് നമ്മുടെ ഈ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, റിയൽ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ നമ്പേഴ്സും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള മിക്കവാറും എല്ലാ നമ്പേഴ്സും എന്തുതന്നെയാണ് രേഖീയ സംഖ്യകളാണ് അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് ആണ്. അതായത് നമുക്ക് ഒരു നമ്പർ ലൈൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. റിയൽ നമ്പേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പാഠങ്ങളൊക്കെ ഉണ്ട്. റിയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞ പാഠങ്ങളൊക്കെ ഉണ്ട്. അതില് സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. നടുവിൽ 0 ഉണ്ടാവും, ഇപ്പുറത്തേക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. അതിന് അറ്റം ഉണ്ടാവില്ല കേട്ടോ, തല വരെ ഉണ്ടാവും. ഓക്കെ, അതേമാതിരി ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ -1, -2, -3, -4, -5 എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും ഒരു എൻഡും ഇല്ലാതെ അങ്ങനെ നീണ്ടു പോകുന്ന ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്പർ ലൈൻ എന്ന് വിളിക്കുക അല്ലെങ്കിൽ സംഖ്യാരേഖ എന്ന് വിളിക്കുക. ഈ രേഖയിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന എല്ലാ സംഖ്യകളും എന്ത് സംഖ്യകളാണ്? രേഖീയ സംഖ്യകളാണ് അല്ലെ? ഈ രേഖയിൽ ഇതിനെന്താ വിളിച്ചു നമ്മള്? സംഖ്യാരേഖ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്ന് വിളിച്ചു ഇല്ലേ? ഇതിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന എല്ലാ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം? രേഖീയ സംഖ്യകളുടെ കൂട്ടത്തിൽ പെടുത്താം. ഓക്കെ, ഇതിൽ ഏത് നമ്പർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ അടയാളപ്പെടുത്താം കേട്ടോ. നമുക്ക് 1, 1.5 അല്ലെ, 1/2. ഇപ്പൊ 1/2 എടുക്കുകയാണെന്ന് എനിക്ക് തപ്പട വരുന്നുണ്ടോ? വരൂലേ? ഓക്കെ, ഇതില് ഒരു 3.5 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3.5 അവിടെ കിടക്കുന്നുണ്ടാവും. 3.5 ഉണ്ടാവുമല്ലോ. ഇനി 1.25 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 ഉണ്ടെങ്കിൽ ഇവിടെ 2, ഇവിടെ നമ്മൾ 1.5 കിടക്കുന്നുണ്ടാവും. അതിന്റെ സെന്ററിലാണ് ഏകദേശം അവിടെ ഇട്ട് ആര് കിടക്കുന്നുണ്ടാവും? 1.25 എന്ന് പറയുന്ന നമ്പർ കിടക്കുന്നുണ്ടാവും. ഓക്കെ, -0.5 എവിടെ ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവും -0.5. ഓക്കെ, ഇതാണ് നമ്മുടെ -0.5 എന്ന് പറയുന്ന നമ്പർ. -3.5 അവിടെ ഉണ്ടാവും, -3.5 അല്ലേ? ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരാളാണ് നമ്മുടെ √2 അല്ലെ? √2 എന്താണ്? ഒരു ഇറാഷണൽ നമ്പർ ആണ് അല്ലെ? ആണല്ലോ. ഈ √2ന്റെ വാല്യൂ എന്ന് പറയുന്നത് √2 എന്ന് പറയുന്നത് എത്രയാണ്? 1.414 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് √2ന്. ഓക്കെ, അതിന് നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ 1ന്റെയും 2ന്റെയും ഇടയിൽ അതിനെ അടയാളപ്പെടുത്താൻ പറ്റും. ഓക്കെ, അതിനെ അടയാളപ്പെടുത്തണമൊക്കെ 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊന്നും പറയേണ്ട കാര്യമല്ല. പക്ഷെ √2 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് എന്തിൽ അടയാളപ്പെടുത്താൻ പറ്റും? ഈ പറയുന്ന സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി √3 എടുത്തോ. √3ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.732 ആണ്. ഓക്കെ, ഈ വാല്യൂവിനെ നമുക്ക് എന്തിൽ അടയാളപ്പെടുത്താം? ഈ പറയുന്ന സംഖ്യാരേഖയിൽ അല്ലെങ്കിൽ നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ പറ്റും. ഇനി പൈനെ അടയാളപ്പെടുത്താൻ പറ്റില്ലേ? എന്താ പൈനെ അടയാളപ്പെടുത്താൻ ബുദ്ധിമുട്ട്? 3.1 പൈ ഏകദേശം ഇവിടെ കിടക്കുന്നുണ്ടാവും. കറക്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല, ഏകദേശ വാല്യൂ ആണ് അതൊക്കെ അല്ലെ? അപ്പോ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഖ്യ രേഖയിൽ അടയാളപ്പെടുത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയുള്ള രേഖീയ സംഖ്യ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള എല്ലാ സംഖ്യകളെയും നമുക്ക് എന്ത് വിളിക്കാം? രേഖീയ സംഖ്യകൾ എന്ന് വിളിക്കാം. അപ്പൊ ഈ റിയൽ അല്ലാത്ത സംഖ്യകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇമാജിനറി നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്ന സംഖ്യകളുണ്ട്. ഓക്കെ, അവിടെ ഐ എന്ന് പറയുന്ന സാധനമൊക്കെ വരും. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോ ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ട്. അപ്പൊ റിയലും ഉണ്ട്, ഇമാജിനറി ഉണ്ട്. ഓക്കെ, അപ്പൊ റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കീഴിൽ വരുന്നതാണ് ആരൊക്കെ? ഈ പറയുന്ന റാഷണല്, അഭിന്നകം, ഭിന്നകം, ഈ പറയുന്ന ഈ റിയൽ നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എന്ത് വിളിക്കാം? രേഖീയ സംഖ്യ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മള് രേഖീയ സംഖ്യ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെ 2 കഷ്ണങ്ങളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. രേഖീയ സംഖ്യയിലെ ഒരു സൈഡാണ് എന്ത്? ഭിന്നക സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സൈഡാണ് നമ്മുടെ അഭിന്നക സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭിന്നക സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ ആൾക്കാരും എന്താണ്? രേഖീയ സംഖ്യകളാണ്, റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഭിന്നക സംഖ്യനെയാണ് നമ്മൾ കുറെ എണ്ണാക്കിയിട്ട് നമുക്ക് ഭാഗിക്കാൻ പറ്റും. ഭിന്നക സംഖ്യയിൽ എന്ത് വരും? ദശാംശം വരും അല്ലെ? ദശാംശം വരും. പിന്നെ അതേമാതിരി ഏത് വരും? പൂർണ്ണ സംഖ്യകൾ വരും. അതുപോലെ തന്നെ എന്ത് വരും? നമ്മുടെ
ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ വരും, എണ്ണൽ സംഖ്യകൾ വരും, ഒറ്റ സംഖ്യകൾ വരും, ഇരട്ട സംഖ്യകൾ വരും. ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഇതിൽ വരും, ഈ ഭിന്നക സംഖ്യകളിൽ വരും. ഈ അഭിന്നക സംഖ്യകളാണ് നമ്മൾ ഈ പറഞ്ഞ √2, √3, പൈ, ഈ പറയുന്ന ആൾക്കാരൊക്കെ എവിടെ വരിക? അഭിന്നക സംഖ്യകളിലാണ് വരിക. ഇതൊക്കെ പാടെ കൂടിയ സാധനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? രേഖീയ സംഖ്യകൾ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ഓർത്തെടുക്കുക. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എണ്ണൽ സംഖ്യകൾ എന്താന്ന് പഠിച്ചില്ലേ? എണ്ണൽ സംഖ്യകൾ പഠിച്ചു. രണ്ടാമത് അഖണ്ഡ സംഖ്യകൾ പഠിച്ചു. പൂർണ്ണ സംഖ്യകൾ പഠിച്ചില്ലേ? ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും പഠിച്ചു. പിന്നെ അഭിന്നക സംഖ്യകളും ഭിന്നസംഖ്യകളും പഠിച്ചു. അഭാജ്യ സംഖ്യ പഠിച്ചു, ഭാജ്യസംഖ്യ പഠിച്ചു, രേഖീയ സംഖ്യ പഠിച്ചു. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ പറയാ, എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ തുക ഒന്ന് കമന്റ് ചെയ്യാം, ചെയ്തു നോക്കിയിട്ട്. എണ്ണൽ സംഖ്യകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ശ്രദ്ധിക്കുക. എണ്ണൽ സംഖ്യകളാണെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എണ്ണൽ സംഖ്യകളുടെ തുക ആദ്യത്തെ 40. യെസ് ആൻസർ വരുന്നുണ്ട്. 4 പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 5 കിട്ടുന്നുണ്ടല്ലോ. ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ തുക. സമവാക്യം എന്താണ്? സമവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സമവാക്യം നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്താണ് സമവാക്യം? Sn സമം n into n plus 1/2. n into n plus 1/2 ആണ്. അപ്പൊ 40 പറയുമ്പോൾ എന്ത് വരും? 40 into n plus 1 ഒന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 40 into 41/2 അല്ലെ? 40 into 41/2. ഇത് രണ്ടുകൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്രയാവും? 20 ആവും. 20 into 41 സിമ്പിൾ ആണ്. 820 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ, അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ. n into n plus 1/2 40 into 41/2 820 ആണല്ലോ. അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഏതാ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകൾ. ശ്രദ്ധിക്കുക, ഇരട്ട സംഖ്യകളാണ്. ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക ഒന്ന് ചെയ്യാം. ആൻസർ വരുന്നുണ്ട്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. ഓപ്ഷൻ എ ഇവിടെ തന്നിട്ടുണ്ട് 1250, ബി 2525, സി 2550, ഡി 1350. എല്ലാവർക്കും ആൻസർ കിട്ടില്ലോ. 2550 അല്ലെ? സി ആണ് ആൻസർ വരിക. എന്താണ് അതിന്റെ ഇക്വേഷൻ? Sn is equal to n into n plus 1 ആണ് ഇക്വേഷൻ, അല്ലെ? അപ്പൊ എന്നിൽ നമ്മൾ എന്ത് കൊടുക്കും? 50 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 50 into n plus 1 50 ആണല്ലോ. 50 into 51 എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാ? 2550 അല്ലെ? 50 into 50 2500 ആണ്. പിന്നെ ഒന്നുകൂടി ഉള്ളൂ. അപ്പൊ 2550. ആരും ഇങ്ങനെ ഇട്ട് ഗുണിക്കരുത് കേട്ടോ. 51 into 50 1 0 0 5 0 0 ഇങ്ങനെ ആരും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യണം. 50 into 51 50 into 50 2500 ആണ്, അല്ലെ? പിന്നെ ഒരു 50 കൂടി കൂട്ടി കഴിഞ്ഞാൽ 2550 എന്ന് പറയുന്ന ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ.
എല്ലാവരും കിട്ടിയിട്ടില്ലേ? പോട്ടെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. റെഡിയാണോ? തേർഡ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 65 ഒറ്റ സംഖ്യകളുടെ തുക. വാവ്. ആദ്യത്തെ 65 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ 65 ഒറ്റ സംഖ്യകളുടെ തുക നോക്കിട്ട് പറയാം. ആൻസർ വരുന്നുണ്ട്. പോരുന്നുണ്ട്. ആദ്യത്തെ 65 ഒറ്റ സംഖ്യകളുടെ തുക 4225 ആണ് അല്ലെ? ബി ആണ് ആൻസർ വരിക അല്ലെ? ബി അല്ലേ ആൻസർ കിട്ടിയത്? എന്താണ് ഇക്വേഷൻ? 65ന്റെ സ്ക്വയർ ആണ് അല്ലെ? എസ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്നാണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. സോ 65ന്റെ സ്ക്വയർ, 65ന്റെ സ്ക്വയർ എത്രയാണ്? 4225. 4225. എസ് എൻ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ ആണ് ഇക്വേഷൻ വരിക. 4225. 65ന്റെ സ്ക്വയർ. 65ന്റെ സ്ക്വയർ ഒക്കെ അറിയോ എങ്ങനെയാണ്? 5ന്റെ സ്ക്വയറുകളൊക്കെ അവസാനിക്കുക 5 തന്നെയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് വെക്കുക. 5ന്റെ സ്ക്വയറുകളൊക്കെ അവസാനിക്കുക എന്തിനാണ്? 5 തന്നെയാണ്. പിന്നെ ഇവിടെ 60. ഇപ്പൊ 60ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3600 അല്ലേ? 70ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4900 ആണ്. പിന്നെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ചിലപ്പോൾ ആര് മാത്രമേ ഉള്ളൂ? 4225 മാത്രമേ ഉള്ളൂ. ഓക്കെ. 60ന്റെ സ്കോർ 70ന്റെ സ്കോർ നമുക്ക് മനസ്സിൽ പഠിച്ചു വെക്കേണ്ട, കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. 6ന്റെ സ്ക്വയർ 36 ആണെങ്കിൽ 60ന്റെ സ്ക്വയർ 3600 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണെങ്കിൽ 70ന്റെ സ്ക്വയർ എത്രയാണ്? 4900 ആണ്. അപ്പൊ നമുക്ക് ഈ 65ന് ഇവിടെ ഗുണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് അവിടെ പോകും. 65 × 65 ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ 1 മിനിറ്റും 2 മിനിറ്റും ഒക്കെ ചിലപ്പോൾ അവിടെ പോയിന്ന് വരും. അങ്ങനെ കളയാൻ എന്തില്ല, നമുക്ക് സമയമില്ല. ഓക്കെ. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ ട്രിക്കുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ. 60ന്റെ സ്ക്വയർ 3600 ആണ്. 70ന്റെ സ്ക്വയർ 4900 ആണ്. അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏത് മാത്രം അവിടെ? 4225 ആണ് അല്ലേ? ഇനി ഇവിടെ 5ൽ അവസാനിക്കുന്നുണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 4225 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഉത്തരം വരിക. ഓക്കെ. അതിലേക്ക് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവിടെ നോട്ടൊന്നും വരില്ല കേട്ടോ. ഞാൻ ഇതാണ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇട്ടതാണ്. ഓക്കെ. ഇതിനടുത്ത് 4ാമത്തെ ചോദ്യം. ആദ്യത്തെ 12 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം അല്ല കേട്ടോ. ആദ്യത്തെ 12 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര? അതാണ് ക്വസ്റ്റ്യൻ. ഗുണനഫലം തന്നെയാണ്. ഗുണനഫലമാണ്. ശ്രദ്ധിക്കുക, ഗുണനഫലം. ആദ്യത്തെ 12 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര? എല്ലാവർക്കും കിട്ടിയ ആൻസർ 66 ആണ് ആൻസർ. ആദ്യത്തെ 12 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്ര? എല്ലാവർക്കും കിട്ടിയിട്ടില്ല. 66. അത് പൊളിച്ച്. ആൻസർ എന്താ വരിക? ആൻസർ 66 അല്ല കേട്ടോ. ആൻസർ എന്താണ്? 0 ആണ്. നോക്കുക, ആദ്യത്തെ 12 അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? 0, 1, 2 അങ്ങനെ എഴുതിപ്പോയി അവസാനം എവിടെ അവസാനിക്കും? 12ൽ അവസാനിക്കും അല്ലേ? അതാണ് പറഞ്ഞത്. കുറെ പേർക്ക് നമുക്ക് 66 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിരുന്നു. നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്? ഗുണനഫലത്തിനെ പറ്റിയിട്ടാണ് അല്ലെ? ഗുണനഫലം എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗുണനഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 × 1 × 2 × 3 × എക്സെട്ര × 10 × 11 × 12 ഇങ്ങനെ വരിക. ഇതിൽ എത്രയൊക്കെ നമ്പർ ഉണ്ടായിക്കോട്ടെ, ഇതിലിപ്പോ 10,000 1,00,000 എന്ത് വന്നാലും വേണ്ടില്ല. ഇവിടെ ആര് കിടക്കുന്നുണ്ട്? 0 എന്ന് പറഞ്ഞ ഒരാൾ കിടക്കുന്നില്ലേ?
പൂജ്യത്തിനെ എത്ര വലിയ സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ എത്രയാണ്? പൂജ്യമാണ്. അല്ലെ? എത്ര വലിയ സംഖ്യ കൊണ്ട് നമുക്ക് പൂജ്യത്തിനെ ഗുണിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ എന്താണ്? പൂജ്യമാണ്. ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ ഗുണനഫലം ഇത് അഖണ്ഡ സംഖ്യകളാവുമ്പോൾ മാത്രമാണ് കേട്ടോ. അഖണ്ഡ സംഖ്യകൾ തുടങ്ങുന്നത് പൂജ്യത്തിൽ നിന്നാണ്. അല്ലെ? നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയല്ലേ വരിക? എണ്ണൽ സംഖ്യകൾ ഒന്നാമത്തെ കാര്യം ചോദിക്കൂല. അല്ലെ? ആദ്യത്തെ 12 എണ്ണൽ സംഖ്യകൾ ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇരുന്ന് ഗുണിക്കേണ്ടി വരും നമ്മള്. അപ്പൊ അത് പോസിബിൾ അല്ല. ഇവിടെ അഖണ്ഡ സംഖ്യകൾ എന്നുള്ള പേര് അവിടെ തന്നിട്ടുണ്ട്. അഖണ്ഡ സംഖ്യ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? പൂജ്യത്തിൽ നിന്നാണ്. അല്ലെ? പൂജ്യത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാവുന്ന കാര്യം എന്താ? പൂജ്യം കൊണ്ട് ഏത് സംഖ്യ 0x1 ചെയ്ത് കഴിഞ്ഞാലും 0x2 ചെയ്ത് കഴിഞ്ഞാലും എത്ര കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ എന്താണ്? 0 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ 0 ആണ്. തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തിരുത്തുക, അതിനെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം. അടുത്ത സാധനം വന്നല്ലോ. ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 36? ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 36? നോക്കിയിട്ട് പറയാ. ആൻസർ പോരുന്നുണ്ടല്ലോ. പോരട്ടെ. ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. യെസ്, കിട്ടുന്നുണ്ട് അല്ലെ? അത് എത്ര അഖണ്ഡ സംഖ്യകളുടെ തുകയാണ്? 36. 9 ആണ് അല്ലേ? അതായത് ഇവിടെ തുക നമുക്ക് തന്നിട്ടുണ്ട്. SN is equal to 36 ആണ്. SN is equal to 36 ആണ്. അതിന് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. n into n minus 1/2 ആണ്. ഈക്വൽ ടു 36 നമുക്ക് എഴുതാം. ആൻസർ ശ്രദ്ധിക്കാട്ടോ, അത് കുറച്ച് ലോജിക് ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് തുക തന്നിട്ടുണ്ട്. തുക എത്രയാണ്? 36 എന്ന് പറയുന്ന തുക തന്നിട്ടില്ലേ? അപ്പൊ നമുക്കത് തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം അറിയാം. n into n minus 1/2 അല്ലേ? അപ്പൊ n into n minus 1/2 സമം 36. ഇവിടെ ഈ ഹരിക്കണ 2 ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഹരിക്കണ 2 എന്തായിട്ട് മാറും? ഗുണിക്കണം 2 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് n into n minus 1 സമം 36 into 2 ആയിട്ട് മാറും. അറിയില്ലേ? ഇനി n into n minus 1 ഞാൻ അങ്ങനെ തന്നെ ഇട്ടു. അപ്പുറത്ത് 36 into 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 ആണ്. 36ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 72 ആണ്. ഇനി നമുക്ക് ആകെ ആവശ്യമുള്ളത് ആരെയാണ്? ഈ കിടക്കുന്ന ഈ 72നെ മാത്രമാണ്. ഓക്കെ, 72ന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് നോക്കുക. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് നമുക്കറിയാം അല്ലെ? ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് 72ന് ശേഷം കിടക്കുന്നത്? 72ന് ശേഷം കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ് അല്ലെ? 81 ആണ്. ഈ 81ന്റെ റൂട്ടാണ് ആൻസർ വരിക. റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ് അല്ലെ? ഓക്കെ, ഇപ്പൊ 36 എന്ന് പറയുന്നത് നമ്മൾ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 72 കിട്ടി. ഈ 72ന്റെ തൊട്ട്
തൊട്ടപ്പുറത്ത് കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്? 71 അല്ലെ? 72 കഴിഞ്ഞാൽ 81 72ന് മുമ്പുള്ളത് എത്രയാണ്? 64 ആണല്ലോ. ഇനി ഈ 81ന്റെ റൂട്ടാണ് നമ്മുടെ ആൻസർ വരിക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. ഓക്കെ, നമ്മളെല്ലാവരും പലരും ചെയ്തിട്ടുണ്ടാവുന്ന 0 + 1 + 2 + ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറെ കൂട്ടുമ്പോൾ 8 എത്തുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. 8 കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? ആൻസർ 36 കിട്ടുക. അപ്പൊ 8 വന്നു കഴിഞ്ഞാൽ 8 കൂടെ ഈ 0 കൂട്ടണ്ടേ? എത്ര വരും? 9 വരും. ഓക്കെ, അതാണ് നമ്മളുടെ അതിന്റെ ട്രിക്ക് പറഞ്ഞിട്ടുള്ളത്. 64 എടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, 64 എടുക്കുന്ന നമ്മൾ എണ്ണൽ സംഖ്യ വരുമ്പോഴാണ്. ഓക്കെ, അഖണ്ഡ സംഖ്യ വന്നു കഴിഞ്ഞാൽ 72ന് ശേഷമുള്ള പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട്, ആ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുക. അതായത് 81ന്റെ റൂട്ടാണ് നമ്മുടെ ആൻസർ. ഇനി ശ്രദ്ധിച്ചോ, 64 നമുക്ക് എടുക്കേണ്ട ആവശ്യം വരും. എന്ത് വരുമ്പോഴാണ്? എണ്ണൽ സംഖ്യകൾ വരുമ്പോൾ. ഓക്കെ, എണ്ണൽ സംഖ്യകൾ വരുമ്പോൾ ഈ സാധനത്തിന്റെ തന്നെ തൊട്ട് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ 64 റൂട്ട് വരുമ്പോൾ എത്ര വരിക? 8 വരിക. ഓക്കെ, എണ്ണൽ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ ഇത് വരും. നമുക്ക് ഇപ്പൊ ആവശ്യം വരുന്നത് ഏതാണ്? നമ്മുടെ അഖണ്ഡ സംഖ്യകളായതുകൊണ്ട് നമുക്കപ്പോൾ അത് നോക്കാം. ഫസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കുക. ഇവിടെ 36 എന്ന് പറയുന്ന ആള് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. n × n - 1 എന്ന് പറയുന്നത് 36 × 2 ആണ്. അത് എത്രയാണ്? 72 ആണ്. ഈ 72ന് ശേഷം വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ടാണ് നമ്മൾ എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. അപ്പൊ 81ന്റെ റൂട്ട് 9 ആണ് ആൻസർ. ഓക്കെ, ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 45 പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതാണ് 45ന്റെ വരിക. n × n - 1 divided by 2 is equal to 45 എന്ന് കൊടുക്കാം. then n × n - 1 is equal to 90 വരും അല്ലേ? 90 വന്നു കഴിഞ്ഞാൽ 90ന്റെ തൊട്ടപ്പുറത്തുള്ള ആള് പെർഫെക്റ്റ് സ്ക്വയർ 100 ആണ്. അപ്പൊ 100ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് 100 എന്ന് പറയുന്നത് 10 ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആകെ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ട്രിക്ക് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നമ്മളുടെ n × n - 1 ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ സമം എത്രയാണോ കിട്ടുന്നത് അതിന് ശേഷമുള്ള പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ടാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ തന്നെ ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മുന്നോട്ട് പോവാം. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം. എന്താണ് നമ്മുടെ ആറാമത്തെ ചോദ്യം? 2 + 4 + 6 + 8 + എക്സെട്ര ഇവിടെ ഈക്വൽ ടു അല്ലെങ്കിൽ പ്ലസ് ആണ്. പ്ലസ് 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 പ്ലസ്. ഓക്കെ, പ്ലസ് എക്സെട്ര പ്ലസ് 200 സമം ഡാഷ്. അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. രണ്ട് പ്ലസ് 4 + 6 + 8 + എക്സെട്ര + 200 നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്റെ മറ്റൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണ് മാത്രമേ. ഈ 2, 4, 6, 8 അങ്ങനെ പോകുന്ന സംഖ്യ 200 വരെ എത്തണം. വേണ്ടേ? 200 വരെയുള്ള അതിന്റെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനാകെ വേണ്ടത് ആ നമ്പേഴ്സ് എന്ത് നമ്പേഴ്സ് ആണ്, ആ സംഖ്യകൾ എന്ത് സംഖ്യകളാണെന്ന് മാത്രം നോക്കിയാൽ മതി. കുറെ ആൻസേഴ്സ് വരുന്നുണ്ടല്ലോ. എ വരുന്നുണ്ട്, ബി വരുന്നുണ്ട്. ഇതെന്ത് സംഖ്യകളാണ്? 2, 4, 6, 8, 10, 12 എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഈവൻ നമ്പേഴ്സ്. യെസ് യെസ്, ഈവൻ നമ്പേഴ്സ് ആണ്. ഈവൻ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈവൻ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക Sn is equal to, എന്താണ് ഇക്വേഷൻ? Sn is equal to n × n + 1 അല്ലേ? ഇവിടെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ട് എന്ന് ആലോചിക്കുക. 2, 4, 6, 8 അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 200. 200 ഇരട്ട സംഖ്യകളുണ്ടോ? മാക്സിമം ടൈപ്പ് ചെയ്യാട്ടോ. എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 200 വരെയാണ്.
200 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? 100 ഉണ്ടാവുക. 200 ഉണ്ടാവില്ല. എത്ര ഉണ്ടാവുക? 100 ഉണ്ടാവുള്ളൂ. കാരണം ഇവരെ 1 എടുത്തിട്ടില്ല, 3 എടുത്തിട്ടില്ല, ഇല്ലല്ലോ. 200 വരെയുള്ള ആകെ എണ്ണൽ സംഖ്യകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 100 ഇരട്ട സംഖ്യകളും 100 ഒറ്റ സംഖ്യകളുമാണ്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 100 വരിക. അപ്പൊ നമ്മൾ ആ ഇക്വേഷനിൽ നമ്മളുടെ സമ്മ് കാണാനുള്ള, തുക കാണാനുള്ള സമവാക്യത്തില് 100 ഇൻറ്റു എത്ര വരും? 101 എന്ന് വരും. വരില്ലേ? 100 ഇൻറ്റു 101 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 1ന്റെ കൂടുതൽ. ആൻസർ എന്താ വരിക? 100 ഇൻറ്റു 101, 101000. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഡി ആണ് ആൻസർ. ഇതിലൊരു 1 കൂടിയിട്ടുണ്ട് കേട്ടോ, അത് കാര്യമാക്കണ്ട. എന്താണ്? 10100 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ബി ഇസ് ദി ആൻസർ. ഓക്കെ, ദെൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. ഇവിടെ എന്തിന്റെ സമ്മ കണ്ടുപിടിക്കേണ്ടത്? 1 + 3 + 5 + etc. + 29. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഒറ്റ സംഖ്യകളുടെ തുക. ആൻസർ എന്താ കിട്ടുന്നത് നോക്കുക. ഒന്ന് മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക 1 മുതൽ 29 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് നോക്കുക. 1 മുതൽ 30 വരെയുള്ള സംഖ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ടാവും? എത്ര ഇരട്ട സംഖ്യകളുണ്ടാവും? 15 ഒറ്റ സംഖ്യകളും ഉണ്ടാവും, 15 ഇരട്ട സംഖ്യകളുമാണ് ഉണ്ടാവുക, അല്ലെ? 15 ഒറ്റ സംഖ്യകളും 15 ഇരട്ട സംഖ്യകളുമാണ് ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ പറയാം. സുഖസുന്ദരമായിട്ട് നമുക്ക് കിട്ടാം. 15 വരെ. യെസ്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 29 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക എന്താ? ആകെ ഒരാളാണല്ലോ ആൻസർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആൻസർ വരുന്നുണ്ടല്ലോ. ഒറ്റ സംഖ്യകളുടെ തുക 1 മുതൽ 30 വരെ 15 വരിക, അല്ലെ? അപ്പൊ n സമം എത്ര വരും? 15 വരും, അല്ലേ? തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം Sn സമം n² ആണ്. അപ്പൊ n² സ്ഥാനത്ത് നമ്മൾ 15² സിമ്പിൾ ആണ്. നമുക്ക് എത്രയാണ്? 225. P is the correct answer. അപ്പൊ നമ്മളുടെ ആൻസർ കിട്ടി 225 ആണ്. അപ്പൊ സമവാക്യം പഠിച്ചു വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള നമ്മളുടെ കാര്യം. അതുപോലെ തന്നെ ഇവിടെ 29 എന്ന് കാണുമ്പോൾ നമ്മൾ ചാടിപ്പടച്ചിട്ട് n സമം 29 എടുക്കരുത്. നമ്മുടെ ലാസ്റ്റ് സംഖ്യ 29 എന്ന് കാണുമ്പോൾ n സമം 29 എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ എന്താണ്? തെറ്റിപ്പോയി, അല്ലെ? 29 ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. n എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒന്നും നോക്കണം. ഇവിടെ 2, 4, 6, 8 ആ സാധനങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ എത്രയാണോ ഇവിടെ ലാസ്റ്റ് കിടക്കുന്നത് അതിനെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ 1 മുതലാണെങ്കിൽ 1 മുതൽ 30 വരെ 1/30 എടുക്കുക. 1/30 15 ഒറ്റ സംഖ്യകളാണ്, 15 ഇരട്ട സംഖ്യകളാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 15 ഒറ്റ സംഖ്യകളും 15 ഇരട്ട സംഖ്യകളുമാണ്. അപ്പൊ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 വരിക. അപ്പൊ അതെന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ നമുക്കറിയേണ്ടത് നമ്മുടെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിലേക്ക് ആൻസർ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ചോദ്യം. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 484? 484 എന്ന് പറയുന്നത് ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ്? അതിനാണ് നമ്മളുടെ സ്ക്വയറുകൾ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ വർഗം സ്ക്വയർ പഠിച്ചു വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 484?
ആൻസേഴ്സ് വന്നു തുടങ്ങി. കിട്ടുന്നുണ്ട്. ആൻസർ എന്താണ്? ആൻസർ സി ആണ് അല്ലെ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആൻസർ സി ആണ്, 22. ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്കിവിടെ തുക തന്നിട്ടുണ്ട്. എത്രയാണ്? 484 അല്ലെ? തുക കാണാനുള്ള സമവാക്യം n സ്ക്വയർ അല്ലെ? x സ്ക്വയർ 484 ആണെങ്കിൽ സ്ക്വയർ സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ n സമം റൂട്ട് ആവും. സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് ആവും. സ്ക്വയർ റൂട്ട് ഓപ്പോസിറ്റ് ആണ്. സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് ഓഫ് 484 എത്രയാ വരിക? 22. സിമ്പിൾ ആണ് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും എഴുതേണ്ട പോലും ആവശ്യമില്ല. 484 ആരുടെ സ്ക്വയർ ആണ് നോക്കിയാൽ മതി. ഓക്കെ, 484 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് നോക്കിയാൽ മതി. അത് ഏതാണ്? 22 ആണ്. അപ്പൊ 22ന്റെ സ്ക്വയർ ആണ്. 22 സ്ക്വയർ സമം 484 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യം. 2 മുതൽ 24 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. ട്രിക്കിയാണ് അല്ലെ? 2 മുതൽ 24 വരെ എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെടും. 2 മുതൽ 24 വരെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. രണ്ട് മുതൽ 24 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക 144. നോക്ക ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകൾ 144 വരുമോ? ഓപ്ഷൻ നോക്കിയിട്ട് പറയുക. ഓപ്ഷനിൽ ആരൊക്കെ ഉണ്ട്? എ 600 ആണ്, ബി 144 ആണ്, സി 186 ആണ്, ഡി നൺ ഓഫ് ദീസ്. എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. 2 മുതൽ 24 വരെ ഡി ആണ് ആൻസർ അല്ലെ? നൺ ഓഫ് ദിസ് ആണ്. 2 മുതൽ 24 വരെ എന്ന് പറഞ്ഞാൽ 2 വരും, 4, 6, 8 ഇങ്ങനെ പോയി 24 വരെ ഉണ്ടാവില്ലേ? അപ്പൊ ഇത് നമുക്ക് 2 മുതൽ 24 വരെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ ട്രിക്കി ആക്കാൻ വേണ്ടി, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് തരുന്നതാണ്. സംഭവം എന്താണ്? ഇരട്ട സംഖ്യകളാണ് അല്ലെ? ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമുക്കറിയാം. n+1 ആണ് ആണല്ലോ. ഇതില് 2 മുതൽ 24 വരെ ആദ്യത്തെ എണ്ണ സംഖ്യകൾ നോക്കുകയാണെങ്കിൽ 24 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. 24 വരെയുള്ള സംഖ്യകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ടോട്ടൽ 24 ആണെന്നുണ്ടെങ്കിൽ അതില് 12 ഒറ്റ സംഖ്യകളും 12 ഇരട്ട സംഖ്യകളുമാണ് വരിക അല്ലെ? 12 ഒറ്റ സംഖ്യകളും SD ആണ് ആൻസർ വരിക. 12 ഒറ്റ സംഖ്യകളും 12 ഇരട്ട സംഖ്യകളുമാണ് വരിക. അപ്പൊ നമ്മളുടെ എന്നിന്റെ വില എത്ര കൊടുക്കുക? n = 12 കൊടുത്താൽ മതി. ആൻസർ എത്ര കിട്ടും? Sn = 12 × 13. 12 × 13 എത്ര? 12 × 12 144 ആണ്. 144 മുതൽ 12 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 156 ആണ് വരിക. ഇതിൽ ആൻസർ ഉണ്ടാവും. 600, 144, 186 എത്ര വരിക? നമ്മളുടെ ആൻസർ ഡി ആണ്. നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഡി, ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ആദ്യത്തെ 30 അഖണ്ഡ സംഖ്യകളുടെ തുക. ഇതിൽ തുക മാത്രമേ ഉള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യത്തെ 30 അഖണ്ഡ സംഖ്യകളുടെ തുക. ആദ്യത്തെ 30 അഖണ്ഡ സംഖ്യകളുടെ തുക. പേര് ശ്രദ്ധിക്കുക, അഖണ്ഡ സംഖ്യകളാണ്. അഖണ്ഡ സംഖ്യകൾ.
ആദ്യത്തെ 30 ഖണ്ഡസംഖ്യകളിലേക്ക് പോവാം. യെസ്, ആൻസർ കിട്ടുന്നുണ്ട്. ഒരാൾക്ക് കിട്ടി, 2, 3. യെസ്, അപ്പൊ ആൻസർ കിട്ടുന്നുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലെ, 435 ആണ് ആൻസർ വരിക. എന്താണ് നമ്മളുടെ ഇക്വേഷൻ? സം ആണല്ലോ ഇക്വേഷൻ ആണ് n into n minus 1 by 2. n into n minus 1 by 2 ആണ്. ഇനി നമുക്ക് ആദ്യത്തെ 30 എണ്ണത്തിന്റെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. 30 എണ്ണം എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എത്ര കൊടുക്കുക? 30 കൊടുക്കുക. 30 into 29/2 അല്ലെ, 30 into 29/2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 15 കിട്ടും. ഓക്കെ, 30/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. 15 into 29 ചെയ്യുക. 15 into 29 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 435 ആണ്. 435 എന്ന് പറയുന്ന ആൻസർ വരും. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ആണോ? അപ്പൊ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവല്ലേ? ഓക്കെ ആണോ? ഓക്കെ, 11ാമത്തെ ചോദ്യം. നോക്കാം. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് 156? ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് 156? ചെയ്തു നോക്കുക. യെസ്, കിട്ടുന്നുണ്ട്. 12 അല്ലേ? ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യയുടെ തുകയാണ് 156? ഇരട്ട സംഖ്യകൾ 2, 4, 6, 8 എന്ന് പറഞ്ഞ 3 സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് Sn സമം n into n plus 1 അല്ലേ? അപ്പൊ നമുക്ക് തുക തന്നിട്ടുണ്ട്. തുക എത്രയാണ്? 156 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് n into n plus 1 is equal to 156 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ആദ്യത്തെ ഇരട്ട സംഖ്യയുടെ തുകയാണ് 156 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഈ 156 തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞു നേരത്തെ n into n minus 1 വന്ന സമയത്ത് നമുക്ക് നേരത്തെ എന്ത് കിട്ടി? 72 എന്ന് കിട്ടിയില്ലേ? നേരത്തെ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? n into n minus 1 സമം 72 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തൊട്ടപ്പുറത്തെ നമ്പർ, തൊട്ടപ്പുറത്തെ പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു 81 അല്ലെ? അപ്പൊ 81ന്റെ റൂട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് 9 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതവിടെ എന്ത് വന്നപ്പോഴാണ്? n into n minus 1 വന്നപ്പോഴാണ്. ഇവിടെ നോക്കുക എന്താ നടക്കുന്നത്? n into n plus 1 ആണ്. n plus 1 വന്നു കഴിഞ്ഞാൽ ഈ 156ന്റെ തൊട്ട് മുൻപ് ആരാ കിടക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് 144 കിടക്കുന്നില്ലേ? 156ന്റെ തൊട്ട് മുൻപ് പെർഫെക്റ്റ് സ്ക്വയർ ആരാ കിടക്കുന്നത്? 144 ആണ്. ഈ 144ന്റെ റൂട്ട് ഓഫ് 144 എത്രയാ വരിക? 144ന്റെ റൂട്ട് എന്ന് പറയുന്നത് 12 ആണ്. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും? 12.
അപ്പൊ ശ്രദ്ധിക്കുക എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മളുടെ തുക കാണാനുള്ള സമവാക്യം n ഇൻറ്റു n പ്ലസ് 1 ആണ് അല്ലെ. n ഇൻറ്റു n പ്ലസ് 1 ആണ്. നമുക്കിവിടെ n ഇൻറ്റു n പ്ലസ് 1 ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 156 ആണ് ആണല്ലോ. അപ്പൊ ഈ 156 തൊട്ട് മുൻപ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ നോക്കുക. ഓക്കെ, 156 തൊട്ട് മുന്നേ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 144 ആണ്. 144ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ആണ്. സോ 12 ആണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ, ഇനി ഇവിടെ ഇതിന് പകരം എന്തായിരുന്നു? n ഇൻറ്റു n മൈനസ് 1 ഇതേമാതിരി ആയിരുന്നു എന്നുണ്ടെങ്കിൽ 156 വന്നു കഴിഞ്ഞാൽ ഇതിന് ശേഷമുള്ള ആളെ നോക്കണം. ആരാ 156ന് ശേഷം വരിക? 169 ആണ്. 169ന്റെ റൂട്ട് 13 ആണ് അല്ലേ. 169ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് 169 എന്നത് 13 ആണ്. ഓക്കെ, അപ്പൊ പ്ലസും മൈനസും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ചോദിച്ചത്? അപ്പൊ സാർ അതായത് n ഇൻറ്റു നോക്കുക, ശ്രദ്ധിക്കുക, n ഇൻറ്റു n പ്ലസ് 1 ആണ് വരുന്നത് വിചാരിക്കുക. n ഇൻറ്റു n പ്ലസ് 1 ആണെന്ന് പറയുമ്പോൾ തൊട്ട് മുൻപത്തെ ഓക്കെ. അതിന് പകരം n ഇൻറ്റു n മൈനസ് 1 ആണ് വരുന്നുണ്ടെങ്കിൽ അടുത്തത്, തൊട്ടടുത്തത്, അങ്ങനെയാണ് എടുക്കേണ്ടത്. n ഇൻറ്റു n പ്ലസ് 1 ആണെങ്കിൽ തൊട്ട് മുൻപുള്ളത് 156 n പ്ലസ് 1 വന്നപ്പോൾ തൊട്ട് മുൻപുള്ളത് 144 എടുക്കുക. 144ന്റെ റൂട്ട് എത്രയാണ്? 12 ആണ്. ഓക്കെ, അതുപോലെ തന്നെ n മൈനസ് 1 ആണെന്നുണ്ടെങ്കിൽ n ഇൻറ്റു n മൈനസ് 1 നമുക്ക് ആകെ വരുന്നത് എവിടെ മാത്രമാണ്? അഖണ്ഡ സംഖ്യ വരുമ്പോൾ മാത്രമാണ് വരിക. അഖണ്ഡ സംഖ്യ വരുമ്പോൾ മാത്രമാണ് n ഇൻറ്റു n മൈനസ് 1 വരിക. പക്ഷെ ഇവിടെ ഇരട്ട സംഖ്യ മാത്രമല്ല, എന്തിനും വരും? നമ്മുടെ എണ്ണൽ സംഖ്യയ്ക്കും വരും. ഓക്കെ, എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള സമവാക്യം n ഇൻറ്റു n മൈനസ് n പ്ലസ് 1/2 എന്ന് പറയുന്നതല്ലേ. അപ്പൊ എണ്ണൽ സംഖ്യയ്ക്കും വരും, ഇരട്ട സംഖ്യയ്ക്കും വരും. ഈ രണ്ടാൾക്കാർക്ക് എന്ത് വരും? n ഇൻറ്റു n പ്ലസ് 1 വരും. അപ്പൊ നമ്മൾ എന്തെടുക്കണം? തൊട്ട് മുൻപത്തെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് 156 ആണെന്നുണ്ടെങ്കിൽ തൊട്ട് മുൻപ് ആരാണ്? 144 ആണ്. 144ന്റെ എന്തെടുക്കണം? റൂട്ട് എടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് n ഇൻറ്റു n മൈനസ് 1 വരെ ഇവിടെ മാത്രമാണ്, അഖണ്ഡ സംഖ്യയിലാണ്. അപ്പൊ ഏതാണോ കിടക്കുന്നത് അതിന് തൊട്ട് ശേഷം വരുന്നത് ആരാണ്? ഇവിടെ 72 വന്നപ്പോൾ നമുക്ക് തൊട്ട് ശേഷം ആര് വന്നു? 81 വന്നു. 81ന്റെ റൂട്ട് എത്ര എടുത്തു? നമ്മൾ 9 എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ദിനി ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് ആ 2 ക്വസ്റ്റിനോടുള്ള നമ്മുടെ സമയം ആവാറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ആദ്യത്തെ 140 ഒറ്റ സംഖ്യകളുടെ തുക. അടിപൊളി, വളരെ സിമ്പിൾ ആണ്. 140 ഒറ്റ സംഖ്യകൾ. 140 എന്ന് പറയുന്നത് ഇവിടെ എണ്ണമാണ് കേട്ടോ കാണിക്കുന്നത്. 140 എണ്ണം ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കുന്നത്. അതായത് എന്നിന്റെ വാല്യൂ ആണ് 140 എന്ന് സാരം. ആദ്യത്തെ 140 ഒറ്റ സംഖ്യകൾ. ആൻസർ ബി ആണ് അല്ലേ? എല്ലാവരും കിട്ടുന്നുണ്ടോ? ആദ്യത്തെ 140 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? യെസ് കിട്ടുന്നുണ്ട്. ബി ആണ് ആൻസർ. ബി ആണ് ആൻസർ. കുറെ പേര് ബി എന്ന് എഴുതുന്നുണ്ടല്ലോ. അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാനായിട്ടാണ് ബി എന്ന് പറയുന്നത്. ആൻസർ ഏതാ? ആൻസർ എ ആണ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോ ആദ്യത്തെ 140 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എടുത്തിട്ടുള്ളത് n = 140 ആണ്. നമ്മുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം n =
എസ് എൻ സമം എൻ സ്ക്വയർ ആണ് അല്ലേ. എൻ സ്ക്വയറിൽ നമ്മൾ 140 എന്നിട്ട് കൊടുത്താൽ 140ന്റെ സ്ക്വയർ വരും അല്ലേ. അങ്ങനെ 14ന്റെ സ്ക്വയർ ശ്രദ്ധിക്കുക, 14ന്റെ സ്ക്വയർ 196 ആണ്. അത് പഠിച്ചു വെക്കുക. 14ന്റെ സ്ക്വയർ എത്രയാണ്? 196 ആണ്. അങ്ങനെയാണെങ്കിൽ 140ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പൂജ്യം കൂടിയിട്ട് കൊടുത്താൽ മതി. അപ്പൊ എത്ര വരും? 19,600. 19,600 എന്ന് പറയുന്നതാണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇവിടെ ഒരു പൂജ്യം കൂടുതലുണ്ട് എന്നുള്ളൂ അല്ലെ. 1,96,000 അവിടെ കിടക്കുന്നത്. പക്ഷെ നമ്മളുടെ ആൻസർ എന്ത് ചെയ്യും? ഈ ബി കാണുമ്പോൾ ഇവിടെ ഒന്ന് ചിലപ്പോൾ നമ്മൾ വേറെ എവിടേക്ക് നോക്കിയിട്ടുണ്ടാവില്ല. ബി 196 ശരി ഉത്തരം. നമ്മൾ എന്ത് ചെയ്യും? പോയിട്ട് കറപ്പിക്കും. കറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പോലും പറ്റത്തില്ല. നമ്മളുടെ ആ മാർക്കും പോയി, വേറൊരു ചോദ്യത്തിന്റെ പോയിന്റ് 3.3 മാർക്ക് അവിടെയും പോയി. അപ്പൊ മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെടുക 1.33 മാർക്കാണ്. 1.33 മാർക്ക് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്ന എത്ര റാങ്കുകളായിരിക്കും? ഓക്കെ, നമ്മൾ എത്ര ബാക്കിലേക്ക് പോകുന്നുള്ളത് ആലോചിച്ച് നോക്കും. ഒറ്റ ചോദ്യത്തിൽ നമുക്ക് ഈ ഒറ്റ പൂജ്യം കൊണ്ടായിരിക്കും നമ്മൾ ആകപ്പെട്ടിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ബി എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് പേര്, അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള ആൻസറിൽ ഒരെണ്ണം തെറ്റി. നമുക്ക് ഇവിടെ ശരിയായ ഉത്തരം നമ്മുടെ കയ്യിൽ അറിയാമായിരുന്നു. നമ്മൾ ധൃതി കൊണ്ട് നമ്മൾ ബി പോയി കറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആൻസറിനുള്ള മാർക്ക്, ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ കൂടെ വേറൊരു ശരി ഉത്തരത്തിന്റെ 1/3 ഭാഗം 1.33 ടോട്ടൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക ചെയ്യണം. അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. നമ്മൾ എത്ര ഒരുപാട് റാങ്ക് ബാക്കിലോട്ട് പോകുന്നൊരു അവസ്ഥയിലേക്ക് അത് എന്ത് ചെയ്യും? പോകുള്ളൂ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യരുത്? ഒരിക്കലും അങ്ങനെ ധൃതി പിടിച്ച് ചെയ്യരുത്. ഇവിടെ നോക്കുക, 196 0 2 പൂജ്യമുള്ളൂ, 3 പൂജ്യം ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ആൻസർ ഈസ് എ, 19,600. 19,600 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ നോക്കുക, ഇവിടെ 140 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 140 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് n സമം 140 എന്നാണ്. ഓക്കെ, 140 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n സമം നമ്മൾ എത്ര എടുക്കണം? 140 എടുക്കണം. 140 വരെയുള്ള എന്ന് തന്നു വിചാരിക്കുക. എന്താ തന്നുള്ളത്? 140 വരെയുള്ള എന്ന് തന്നു കഴിഞ്ഞാൽ 140 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ n എടുക്കേണ്ടത് 70 ആണ്. ആ ഒരു ചേഞ്ച് മനസ്സിലാക്കി വെക്കാം. 70 ആണ് എടുക്കേണ്ടത്. 140 വരെയുള്ള സംഖ്യകൾ നിരത്തി ഇവിടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 70 ഒറ്റ സംഖ്യയും 70 ഇരട്ട സംഖ്യയാണ് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 140 ഒറ്റ സംഖ്യകളുടെ തുക ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നിന്റെ വാല്യൂ 140 കൊടുക്കാം. ഇവിടെ ഈ വരെയുള്ള ചെറിയൊരു വേർഡിന്റെ മാറ്റം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ആൻസർ മാറിപ്പോവും. അപ്പൊ അത് ശ്രദ്ധിക്കുക. 140 എണ്ണൽ സംഖ്യകൾ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ നമ്മൾ എത്ര കൊടുക്കണം? 140 അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മളെ 12th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 18 വരെയുള്ള സംഖ്യകളുടെ തുക n സമം 18 എന്ന സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ചെയ്തു നോക്കുക. സെവന്റി ആണ് ആൻസർ. വന്നിട്ടുണ്ട് ആൻസർ ആയിട്ട്. ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട്. രണ്ടുപേർക്ക് ഓപ്ഷൻ ഡി കിട്ടി. ഭവ്യ ടി ആൻഡ് കൃഷ്ണപ്രിയ. ദിനി ടി പറയുന്നുണ്ട്. സ്നേഹ വിജയൻ. ഇവിടെ 1 മുതൽ 18 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് അല്ലേ. അപ്പൊ നമ്മളുടെ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n × n+1/2 ആണ് ഇക്വേഷൻ അല്ലേ. അപ്പൊ നമ്മള് n × n+1 എന്ന് പറയുമ്പോൾ 18 ×
19/2 അല്ലേ വരിക. അപ്പൊ നമ്മൾ 2ഉം 18 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം അല്ലെ. 2ഉം 18 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 9 വരും. സോ 9 × 19, 9 × 19 എത്രയാണ്? Yes, 170. So the answer is 171 ആണ്. ഇവിടെ കണ്ടോ 151 വന്നു, 161 വന്നു, 191 വന്നു, 171 മാത്രം വന്നില്ല. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, നൺ ഓഫ് ദീസ് അല്ലേ. സോ നമ്മളുടെ 13 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. യെസ്. സോ നമ്മളുടെ ടോട്ടൽ എത്ര എണ്ണം കഴിഞ്ഞു? 13 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സമയം ഏകദേശം ആയിട്ടുണ്ട് അല്ലെ, 10:26 ആയിട്ടുണ്ട് സമയം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം.